ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് ബെന്നാർഘട്ടയിലെ റോയ് സി ജെയുടെ റിസോർട്ടിലാണ് സംസ്കാരം നടക്കുക. മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. ബംഗളൂരുവിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് സംസ്കാരം? ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്? ഒപ്പം തന്നെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? കൃഷ്ണ, ബംഗളൂരുവിലെ ശിവാജി നഗറിലുള്ള ബൗറിംഗ് ആൻഡ് ലേഡി കസിൻ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഇതിനുശേഷം ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ഇവിടെ നിന്നും 8 മണിയോടുകൂടി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എന്തായാലും അവിടെ നിന്ന്, അതായത് ബെന്നാർഘട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സി ജെ റോയുടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിലാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. അവിടെ ഉച്ചവരെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ രീതിയിലാണ് ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഉച്ചവരെ പൊതുദർശനം. അതിനുശേഷം അവിടെ അടുത്തുള്ള ഒരു പള്ളി, ആ പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. സംസ്കാര ശുശ്രൂഷകൾക്ക് ഒരു ചടങ്ങുകൾക്ക് ശേഷം, ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം തിരികെ മൃതദേഹം ഈ പറഞ്ഞ റിസോർട്ടിലേക്ക് തന്നെ എത്തിക്കും. കാരണം അവിടെ അന്തി ഉറങ്ങണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഫ്യൂണറലിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ 2 വാഹനങ്ങൾ, മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള 2 വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുക. നിരവധി ആളുകൾ, അതായത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പല ആളുകളും, നമ്മൾ സംസാരിച്ച പല ആളുകളും, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹവുമായിട്ടും അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ ബംഗളൂരുവിലുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബംഗളൂരുവിലുണ്ട്. അപ്പോൾ അവരൊക്കെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു ശ്രമം, കാരണം ഇന്നലെ ഇവിടെ എത്തി കാണാമെന്നുള്ളതായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തി കർശന സുരക്ഷയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമുള്ള ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പൊതുദർശനം എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃഷിനെ സൂചിപ്പിച്ച അന്വേഷണം എന്ന് പറയുന്നത്, ഇന്നലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം, DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഈ സംഭവം നടന്ന, അല്ലെങ്കിൽ റോയ് സി ജെ ജീവനൊടുക്കിയ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി, അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിലെത്തി അവിടെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് പ്രാഥമിക നടപടിയായി എന്തായാലും ഉണ്ടായിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ 8 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും. 10 മണിയോടുകൂടിയാണ് ബെന്നാർഘട്ടയിലെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പൊതുദർശനം ആരംഭിക്കുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.